ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിയോട് കൂടിയാണ് ജോയിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു രക്ഷാദൗത്യം ആരംഭിച്ചത്. ആ ഒരു സമയം മുതൽ ഇന്ന് ഈ ഒരു സമയം വരെ, അതായത് ഇന്ന് ഏകദേശം ഇപ്പോൾ മൂന്നരയോളം സമയം എടുക്കുന്നു. ഈ ഒരു സമയം വരെ ഇവിടെ നിന്നും മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ഈ ഒരു 11 മണിയോട് കൂടി ഇവിടെ ഫയർഫോഴ്സിന്റെ സംഘം അതുപോലെ തന്നെ സ്കൂബ ഡൈവിംഗ് സംഘവും എത്തിയെങ്കിലും ഇവരും ആദ്യഘട്ടത്തിൽ ഇവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മാറ്റുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഓപ്പറേഷൻ അനന്തയ്ക്ക് ശേഷം ഈ ഒരു ഭാഗത്തു നിന്നുള്ള മാലിന്യങ്ങൾ മാറ്റിയിട്ടില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ഈ ഒരു 200 മീറ്റർ ചുറ്റളവിൽ മാത്രം ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈ ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ആമിഴഞ്ചൻ തോടിന്റെ, അതായത് ആമിഴഞ്ചൻ തോട്ടിൽ നിന്ന് പിന്നീട് ഈ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി, റെയിൽവേ ട്രാക്കുകൾക്ക് അടിയിൽ കൂടി ഇവിടേക്ക് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തേക്ക് എത്തുന്ന തുരങ്കം ഏകദേശം 180 മീറ്ററാണ് ഇതിന് നീളമുള്ളത്. ഈ 180 മീറ്റർ നീളത്തിൽ നിന്നാണ് ഇതുവരെ, അതായത് 24 മണിക്കൂറൊക്കെ തന്നെ പിന്നിട്ട് ഇപ്പോൾ ഏകദേശം 28 മണിക്കൂറോളമാകുന്നു. ഇത്രയും സമയമായിട്ടും ഈ ഒരു ഭാഗത്ത് നിന്നുള്ള, അതായത് വെറും 180 മീറ്റർ ദൂരത്ത് നിന്നുള്ള മാലിന്യം പോലും ഇതുവരെയും പൂർണ്ണമായിട്ട് പോലും നീക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യത്തെ ഒരു 30 മീറ്ററുള്ള മാലിന്യം മാത്രമാണ് ഇവർക്ക് നീക്കാൻ സാധിച്ചത്. നിലവിൽ പരിശോധന പ്രധാനമായി നടക്കുന്നത് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്ത്, അതായത് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്താണ് ഈ തുരങ്കം വന്നു ചേരുന്നത്. ഇവിടെ നിന്നാണ് വീണ്ടും ഈ ആമിഴഞ്ചൻ തോടിന്റെ ഭാഗത്തേക്ക് ഈ മലിനജലവും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത്. ആ ഒരു പ്രദേശത്ത് നിന്ന് ഈ തുരങ്കത്തിനകത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ NDRFന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും സ്കൂബ ഡൈവിംഗിന്റെയും നേതൃത്വത്തിലുള്ള സംഘം ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇന്നലെയും ഏകദേശം ഈ ഒരു സമയത്തോടു കൂടി തന്നെ സ്കൂബ ഡൈവിംഗിന്റെ സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ അവർക്ക് ഇന്നലെയും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള മാലിന്യങ്ങൾ ഇവിടെ അടുങ്ങിക്കിടന്നത് കാരണം ഉള്ളിലേക്ക് കടക്കാൻ പ്രയാസമാണെന്ന് അവർ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള മാൻഹോൾ കേന്ദ്രീകരിച്ച് ഇന്നലെ രാത്രിയൊക്കെ തന്നെ പരിശോധന നടക്കുകയും ഈ റോബോട്ടിനെ എത്തിച്ചുകൊണ്ട് മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ദൂരം, അതായത് ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോം വരെയുള്ള ഈ 50 മീറ്റർ ദൂരത്തിലുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യാനായതായും അതുവരെ അവർ ശരി, ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് അത് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. 2 ഭാഗത്താണ് സമാന്തരമായി ഇപ്പോൾ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ജോയ് വീണ ഭാഗത്തും മറ്റൊന്ന് 5ാം പ്ലാറ്റ്ഫോമിന്റെ, ഏറ്റവും അവസാനത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തുമാണ് ഇപ്പോൾ പരിശോധന, രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. നേവിയുടെ വിദഗ്ധ സംഘം കൂടി തെരച്ചിലിന് വേണ്ടി എത്തുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് നേവി സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും എവിടെ നിന്നാണോ നമ്മൾ തുടങ്ങിയത് ആ പോയിന്റിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നതെന്നാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം. കാരണം അത്രയധികം മണ്ണും മാലിന്യവും കിടക്കുകയാണ് ഈ തോടിൽ. എത്ര വൃത്തിയാക്കിയിട്ടും പിന്നെയും വെള്ളം ഒഴുകിയെത്തുമ്പോൾ മാലിന്യവും അതിൻ്റെ കൂടെ വരുന്നത് വലിയ പ്രയാസമാക്കുന്നുണ്ട്. ഇറങ്ങാൻ ദുഷ്കരമായ മാൻഹോളുകളാണ് പ്ലാറ്റ്ഫോമിന് ഇടയിലുള്ളത്. തള്ളി നീക്കാൻ പോലും കഴിയാത്തത്ര ഉറച്ച മാലിന്യം, അതിരൂക്ഷ ഗന്ധം, ഇന്ധനത്തിൻ്റെയൊക്കെ ഗന്ധമുണ്ട്. അപ്പം അങ്ങനെ പല ഘടകങ്ങളാണ് ഈ ജോയിയെ കണ്ടെത്താനുള്ള ഈ രക്ഷാദൗത്യത്തെ ദുഷ്കരമാക്കുന്നത്. മുങ്ങൽ വിദഗ്ധർ പോലും ഇങ്ങനെ ഉറച്ച പാറ പോലെ നിൽക്കുന്ന മാലിന്യത്തിന് മുന്നിൽ പ്രയാസപ്പെടുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുകയാണ്. ഈ പ്ലാറ്റ്ഫോമിനുള്ളിലെ മാൻഹോളിലൂടെ ഇറങ്ങിയ ആളുകളൊക്കെ തിരിച്ചു കയറി വരുമ്പോൾ പറയുന്നത് വലിയ പ്രയാസമാണ്. കാരണം പാറ പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് മാലിന്യം. അത് കാരണം ഭൂഗർഭ ഓടയിലൂടെ അധിക ദൂരം ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രയാസമാണ്. നമുക്കറിയാം, ഇത് പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിലുള്ള മാലിന്യമാണ്, അല്ല മാൻഹോളാണ്. അപ്പം അവിടെ മുകളിലൂടെ റെയിൽവേ ലൈനൊക്കെ പോകുന്നുണ്ട്. അപ്പം ഈ യന്ത്രങ്ങളൊക്കെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിനും ഉപയോഗിക്കുന്നതിനുമൊക്കെ പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രയാസം. ഈ ഓടയുടെ നീളം എന്ന് പറയുന്നത് 117 മീറ്റർ ആണ്. ഇതിൽ ഏകദേശം ഈ ഒരു സമയത്തിനുള്ളിൽ, ഇന്നലെ 11 മണിയോടുകൂടി ഈ ഒരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചതാണ്. ഈ ഒരു സമയത്തിനുള്ളിൽ ഏകദേശം 100 മീറ്ററിനടുത്ത് പരിശോധന അല്ലെങ്കിൽ തെരച്ചിൽ നടത്തി കഴിഞ്ഞതായാണ് അധികൃതർ പറയുന്നത്.